വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. അനന്തു കൃഷ്ണൻ നടത്തിയ പാതിവില തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി എന്നതാണ്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അതായത് ഈ അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പത്രയും നടത്താൻ ആശ്രയിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ എന്നത് നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന കൂട്ടായ്മയാണ്. അതുവഴിയാണ് ഈ പ്രധാനമായും ഇത്തരം ഗ്രഹോപകരണങ്ങൾ പിന്നീട് സ്കൂട്ടർ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഈ ഒരു കൂട്ടായ്മയാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തിയത്. ഈ വെബ്സൈറ്റിൽ നേരത്തെ ഈ പദ്ധതികളുടെ അടക്കം വിശദാംശങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതായത് സ്കൂട്ടർ പദ്ധതി, അങ്ങനെ ആ പദ്ധതികളുടെ ഒക്കെ വിശദാംശങ്ങൾ വിവിധ സൈറ്റുകളുണ്ട്. ഡിജിറ്റൽ ഗ്രാമത്തിൻ്റെ വെബ്സൈറ്റിലുണ്ട്, NGO കോൺഫെഡറേഷൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതിൽ ഡിജിറ്റൽ ഗ്രാമത്തിൻ്റെ അടക്കം വിവിധ വെബ്സൈറ്റുകളിൽ, അതായത് ഓരോരുത്തരുടെയും സന്നദ്ധ സംഘടനകളുടെ വെബ്സൈറ്റിൽ ഹൈപ്പർ ലിങ്കായി ഈ വെബ്സൈറ്റിൻ്റെ അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അതായത് ഈ അക്കൗണ്ട് മുക്കി, അതായത് വെബ്സൈറ്റ് മുക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഈ പദ്ധതികളുടെ അടക്കം വിശദാംശങ്ങൾ, പിന്നീട് പല കാര്യങ്ങൾ വിശ്വാസ്യത നേടിയെടുക്കാൻ പല സമൂഹത്തിൽ അംഗീകാരമുള്ള പലരുടെയും ചിത്രങ്ങൾ, അവരുടെ മെസ്സേജുകൾ, മറുപടികളൊക്കെ ഈ വെബ്സൈറ്റിൽ നൽകിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പറിയാതെ ചില സന്നദ്ധ സംഘടനകളും ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഉൾപ്പെട്ടവരുമുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതും നമ്മൾ നിരാകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ അന്വേഷണത്തിലും ഈ വെബ്സൈറ്റ് മുൻപ് നൽകിയ വിശദാംശങ്ങൾ, പക്ഷേ ഇതൊക്കെ ശേഖരിക്കാൻ കഴിയും, അന്വേഷണത്തിൻ്റെ ഭാഗമായി പിന്നീട് ശേഖരിക്കാൻ കഴിയും. പക്ഷേ തൽക്കാലം ഈ വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത് തടയാനായിരിക്കണം ഈ വെബ്സൈറ്റ് ഏതായാലും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അത് ഇതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കണം. അതോ തൽക്കാലത്തേക്ക് പ്രവർത്തനരഹിതമാക്കിയതാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പിന്നീട് പുനഃസ്ഥാപിക്കാനൊക്കെ കഴിയും. അതിൽ സാങ്കേതിക സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ വെബ്സൈറ്റ് നിലവിൽ പ്രവർത്തനരഹിതമാണ്. ആ വെബ്സൈറ്റിലേക്ക് പല ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ച് പ്രവേശിക്കാൻ ശ്രമിച്ചാലും, അതെല്ലാം നേരിട്ട് പ്രവേശിക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയുകയില്ല. സമാന പേരിലുള്ള മറ്റ് ചില വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് യഥാർത്ഥത്തിൽ ഈ വിവരങ്ങളെല്ലാം ഔദ്യോഗികമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഈ തട്ടിപ്പ് സംഘം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നത് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതവിടെ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ നേരത്തെ ആ സൈറ്റ് വഴി ലഭ്യമായിരുന്നു. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് പുറത്തുനിന്ന് അനന്തു കൃഷ്ണന് പിന്തുണ നൽകുന്ന ഉണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതിപ്പോൾ ഈ കേസുകളൊക്കെ വന്നതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തതായിരിക്കാനാണ് വഴി. ഏതായാലും അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ പല വിശദാംശങ്ങളും അതിൽ ഉൾപ്പെട്ടതാണ്. ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ തട്ടിപ്പ് എന്ന നിലയ്ക്ക് വിപുലമായ തട്ടിപ്പ് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണം തന്നെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഈ പദ്ധതികളെല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്നതിനും പലപ്പോഴും ഓൺലൈൻ ബുക്കിംഗ് അടക്കം നടപ്പാക്കിയിരുന്നു എന്നൊരു വിശദാംശം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം, നേരിട്ട് പ്രൊമോട്ടർമാരുടെ അടുത്തൊന്നും പോകേണ്ട. അതുപോലും ഈ വെബ്സൈറ്റിൻ്റെ ഒക്കെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇതിന് പുറമെ മറ്റു ചില വെബ്സൈറ്റുകൾ കൂടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവ പക്ഷേ ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ വിശദാംശങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്ന NGO കോൺഫെഡറേഷൻ്റെ അക്കൗണ്ടാണ് ഇപ്പോൾ ലഭ്യമാകാത്തത്. അത് പക്ഷേ ഇതിൽ പങ്കില്ലാത്ത ആളുകൾ കൂടി ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയുടെ കൂടി ഭാഗമായ ചിലർ കൂടി ഇതിൻ്റെ ഭാഗമാണ് എന്നതും കൂടി നമ്മൾ കാണണം. അതും നമ്മൾ പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാണ്. അതെ, തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായത്. ദിസ് അക്കൗണ്ട് ഹസ് ബീൻ സസ്പെൻഡഡ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്.